ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പറ്റിച്ചതാണ്. ഈ മീൻ പറ്റിച്ചത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 പീസ് നെയ്മീൻ കഷ്ണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, 5 or 6 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഉലുവ, 3 or 4 കുടംപുളി. ഈ ഉലുവയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും നമ്മൾ വഴറ്റാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 or 5 ചുവന്നുള്ളി. ഈ മുളക് പൊടിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂട്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ ചുവന്നുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. മുളക് പൊടിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി അരച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ തണുപ്പായതുകൊണ്ടാണ് എണ്ണ കട്ട പിടിച്ചിരിക്കുന്നത്. എണ്ണ ഒഴിച്ച ശേഷം ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് വയ്ക്കുക. ചട്ടിയുടെ എല്ലാ വശത്തേക്കും ഈ എണ്ണയുടെ അംശം വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ആദ്യം ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുടംപുളി എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിന് മീതെ 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത ശേഷം സ്പൂൺ ഉപയോഗിക്കരുത്, ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കേ ആകാവൂ. സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. ഈ ചട്ടി ഒന്ന് മൂടി വെച്ച് ഇതൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അടപ്പ് മാറ്റി നോക്കാം. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇവിടെ മീന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 2 or 3 മിനിറ്റ് അടപ്പ് മാറ്റി വെച്ച ശേഷം ഇതൊന്ന് ബോയിൽ ചെയ്ത് ജസ്റ്റ് ഒന്ന് വറ്റുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. മീൻ പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചട്ടിയിൽ തന്നെ വെച്ചിരുന്നിട്ട് ആവശ്യാനുസരണം ചട്ടിയിൽ നിന്ന് വിളമ്പുന്നതാണ് ഏറ്റവും രുചികരം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.